മക്കൾ സ്നേഹൽ സാറാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എത്തിയിരിക്കുക അല്ലെ. അപ്പോൾ നമ്മുടെ 8ാം ഷാർട്ട് പവർ ട്രിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ സാധ്യതയുള്ള 3 ചോദ്യം നിഹാൽ സാർ പറയുന്നത്. ഈ ചോദ്യം നിർബന്ധമായും എൻ്റെ പൊന്നുമക്കൾ പഠിച്ചിരിക്കണം, പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകും. ആദ്യ ചോദ്യം ഇതാണ് മക്കളെ. ഏതാണ് ആദ്യ ചോദ്യം? എന്താണ് വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ? അധികാര വികേന്ദ്രീകരണം എന്നാൽ എന്താണ്? ഏതെങ്കിലും 3 സവിശേഷതകൾ. അധികാര വികേന്ദ്രീയം. എന്താ അധികാര വികേന്ദ്രീയം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ. താഴേക്കിടയിലേക്ക് സാധാരണ ആളുകൾക്കിടയിലേക്ക് അധികാരത്തെ വിഭജിച്ചു കൊടുക്കുന്നതിന്, അധികാരം കൈമാറുന്നതിന് വിളിക്കുന്നവരാണെന്ത്? അധികാര വികേന്ദ്രീകരണം അല്ലെ. ഏതെങ്കിലും ഒരു ആൾക്കാരിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കാതെ എല്ലാ ആളുകളിലേക്കും പല തട്ടുകളിലേക്ക് അധികാരം വീതം വെച്ച് കൊടുക്കുക അല്ലെ. നോക്കി നിങ്ങൾ. So a democracy become meaningful when power is decentralized. All people are not simply vested in someone. അധികാരം ഏതെങ്കിലും കുറച്ച് ആൾക്കാരുമായി കയ്യിൽ മാത്രമായ പോയാൽ താഴേക്കിടയിൽ എല്ലാവരിലേക്കും എത്തും അല്ലെ. നമുക്കറിയാം, ആദ്യം പ്രധാനമന്ത്രി തുടങ്ങിയ മന്ത്രിമാര്, മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, MLA മാര്, MP മാര്, പിന്നെ സാധാ വാർഡ് മെമ്പർമാർ വരെ ഉണ്ട് അല്ലെ. അവരിലേക്കൊക്കെ അധികാരം എന്ത് ചെയ്യുന്നുണ്ട്? കൈമാറുന്നത് അല്ലെ. അപ്പൊ അതിന്റെ സവിശേഷത എക്സാമിന് ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ. ഇത് മക്കളെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത് എന്താ? ഇമ്പോർട്ടൻസ് ടു റീജിയണൽ ഡെവലപ്മെന്റ്. നമ്മുടെ പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ഗെറ്റ് പ്രയോറിറ്റൈസ്. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ കൂടുതൽ അധികാരവും പങ്കാളിത്തം. കോമൺ പീപ്പിൾ ഹാവ് മോർ പവർ, participation, administration, and women and the marginalized get leadership and administrative experience. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണ പരിചയവും കൈവരുന്നു. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലോക്കൽ എക്കോണമി, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. അതുപോലെ അടുത്തത് മക്കളെ 73 and 74 ഭരണഘടനാ ഭേദഗതി. 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതിയുടെ പ്രാധാന്യം എന്ത്? ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ പഞ്ചായത്തുകൾക്ക് എന്ത് ലഭിച്ചത്? ഭരണഘടനാ സാധുതയും അധികാരവും ഒന്നുകൂടി സ്ട്രോങ് ആയത് അല്ലെ. അപ്പൊ എന്താണ് 73ാമത്തെയും 74ാമത്തെയും ഭരണഘടനാ ഭേദഗതി? ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. 73 പഞ്ചായത്തി രാജ്, 73 പഞ്ചായത്തി രാജ് സിസ്റ്റമാണ്. അതുപ്രകാരം ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം അല്ലെ. ഏതാ? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ഇങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉണ്ട്. അതുപോലെ 74ാമത്തോ അത് നഗരപാലികയാണ്. ഇവിടെ വാർഡ് സഭ വിളിച്ചു ചേർക്കുക. അല്ല അർബൻ എന്താണ്, പിന്നെ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ. ഒന്നുള്ളൂ. എന്നാലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നമ്മൾ പറയാറില്ല. ടു ടയർ എന്താണ്, പിന്നെ തദ്ദേശീയ സ്ഥാപനങ്ങൾ അവിടെ ഉള്ളത്. ബാക്കിയൊക്കെ സെയിം അല്ലെ. 5 വർഷമാണ് കാലാവധി. പട്ടികജാതി, പട്ടികവർഗ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിന് റിസർവേഷൻ ഉണ്ട്. വനിതാ സംവരണം, റിസർവേഷൻ ഫോർ വുമൻസ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തുള്ളിൽ ധനകാര്യ കമ്മീഷൻ വിളിക്കുന്നത്. രണ്ടും സെയിം ആണ്. ഇത് കറക്റ്റ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി, പഞ്ചായത്ത് ഓഫീസിന് എന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് ഇത്തവണ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. എന്റെ മനസ്സിൽ പറഞ്ഞ ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ പഠിച്ചേക്കണം. എന്തൊക്കെയാണ്? അവിടെ ഡെത്ത് റേറ്റ്, നമ്മുടെ ബർത്ത് റേറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, അതുപോലെ വിദ്യാലയങ്ങളുടെ മേൽനോട്ടം, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകുക, പരമ്പരാഗത ജലസ്രോതകൾ സംരക്ഷിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകുക. ഇതൊക്കെയാണ് കോമൺലി അവിടെ നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ അല്ലെ. അപ്പൊ ഇത് കറക്റ്റ് പഠിച്ചു നോക്കുക. ഇത് ഏറ്റവും ബേസിക് ആണ്. ഇത് നിർമ്മാണം പഠിച്ചു നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന് നൽകുന്ന വരുമാനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യങ്ങൾ, നോട്ട്സും ഷുവർ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻ ഒക്കെ എവിടെ വരിക? നമ്മളെ ഗ്രൂപ്പിലാണ് വരിക. അപ്പൊ അവിടെ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ ഉണ്ടാവാൻ മറക്കണ്ട. വേഗം അവിടെ ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് നിഹാൽ സാർ എന്ന് സെർച്ച് ചെയ്യുക. നിഹാൽ സാറിന്റെ യൂട്യൂബ് ചാനൽ അവിടെ കാണും. നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരുപാട് കണ്ടന്റുകൾ ഇനി അതിലേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എക്സാം അടിപൊളിയാവട്ടെ. അപ്പൊ ബാക്കി നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു സോ മച്ച്. ബൈ.